വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ മാക്സ് HD 1.3 LXൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് HD സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ പിക്കപ്പ്. അതുപോലെ തന്നെ 5 വർഷം നമുക്ക് ടാക്സ് അടയ്ക്കാം, അതുപോലെ പെർമിറ്റ് വേണ്ട, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ആ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ 1.3യുടെ VXi AC വേരിയൻ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ആ ഒരു വാഹനമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതുപോലെ തന്നെ AC വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ HD സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ AC വേരിയൻറ്റ് വാഹനം അതാണ്. പക്ഷേ ഓൺ റോഡ് വരുമ്പോൾ വിലക്കകത്ത് വ്യത്യാസം വരും, കാരണം ഓഫീസ് കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ആ ഒരു മാക്സ് HD 1.3 VXi ACയുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ മാക്സ് HD 1.3 LXൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ട് ഇവിടെ ഐ ബട്ടൺ കൊടുത്തിരിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ, അതുപോലെ തന്നെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ACയുടെ കംഫർട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഒരു വാഹനത്തിലേക്ക് വരാം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചായിരിക്കും പറയുന്നത്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ പിക്കപ്പിലും കാണുന്ന പോലെ തന്നെ ഒരു മെറ്റൽ ബമ്പർ, മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ VXi വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സെൻട്രലിലും ഇതെല്ലാം ക്രോം ഇൻസേർട്സ് ആണ് വരുന്നത്, 4 ക്രോം ഇൻസേർട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു VXi വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കോർണറിംഗ് ലാമ്പ് അവൈലബിൾ ആണ്. LXലൊന്നും കോർണറിംഗ് ലാമ്പ് അവൈലബിൾ അല്ല, VXi മാത്രമാണ് കോർണറിംഗ് ലാമ്പ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഫോഗ് ലാമ്പ് ആഡ് ചെയ്യണം, ആക്സറീസ് ആയിട്ട് കിട്ടത്തുള്ളൂ, നമുക്ക് അല്ലാതെ ഇൻബിൽട്ട് ആയിട്ട് കിട്ടുന്നില്ല. സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 700R15, നോർമൽ 1.7ലും അതുപോലെ തന്നെ 1.7Lലും 1.3 HDയിലും വരുന്ന ഈ 700R15 ടയർ തന്നെയാണ്, മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഇവിടെ മാക്സ് പിക്കപ്പ് എന്നുള്ളൊരു ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. അതിവിടെ ഈ ഒരു ഗ്രാഫിക്സ് AC വാഹനങ്ങൾ മാത്രം കണ്ടുവരുന്ന ഗ്രാഫിക്സാണ് ഈ കാണുന്നത്. പിന്നെ വലിയൊരു ORVM നൽകിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി നമുക്ക് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊരു വലിയൊരു വാഹനം ആയതുകൊണ്ട് നമുക്ക് ബാക്കിലത്തെ വിസിബിലിറ്റീസ് ഒക്കെ ഭയങ്കര പാടാണ്. ആ ഒരു ORVM വെച്ചിട്ടാണ് നമ്മൾ സൈഡൊക്കെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 9 അടിയാണ് നീളം വരുന്നത്. അതുപോലെ വീതി എന്ന് പറഞ്ഞാൽ 5.5 അടി, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.1 അടി പൊക്കമാണ്. അതായത് മാക്സ് HD 1.7ഉം സെയിം ആണ് വരുന്ന. വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പ്ലേറ്റ് കുറവാണ്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ 7 പ്ലേറ്റുകളും ബാക്കിൽ 8 പ്ലേറ്റുകളാണ് വരുന്നത്. HD 1.7 വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ 7ഉം ബാക്കിൽ 9ഉമാണ് വരുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്നൊരു വ്യത്യാസം. പിന്നീട് ബാക്കിലേക്ക് വരുമ്പം ബാക്കിലും എടുത്ത് പറയേണ്ട വ്യത്യാസം എന്ന് പറയുന്നത് LED ടെയിൽ ലാമ്പാണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു C പോർഷൻ മാത്രമാണ് LED, ബാക്കി റിഫ്ലക്ടറാണ് വരുന്നത്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും റിവേഴ്സിൻ്റെയും ലൈറ്റുകൾ നൽകിയിട്ടുള്ള ബൾബ് തന്നെയാണ്, ഹാലജൻ ബൾബ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ 2 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്പെയർ വീല് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മാക്സിമം സ്പീഡപ്പായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാക്സ് HD 1.3 LX എന്ന് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യാം, ഒന്ന് കയറി കണ്ടു നോക്കുക. പിന്നീട് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്, അപ്പുറം പോലെ തന്നെയാണ് ഇപ്പുറം മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ടയർ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞു 700R15 ആണ് അതുപോലെ ഗ്രീഫ് 8ഉം ഫ്രണ്ടിൽ 7ഉമാണ് വരുന്നത്. അതുപോലെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 60 ലിറ്ററാണ്, 600 അല്ല തെറ്റിപ്പോൾ 60 ലിറ്ററാണ്. അതുപോലെ ഇതിനകത്താണെങ്കിൽ നമുക്ക് എക്സോസ്റ്റ് ഫ്ലൂയിഡ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ലീനോക്സ് ട്രാപ്പ് ആ സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ DPF ആണ്, ഡീസൽ പെർട്ടിക്കുലേറ്റ് ഫിൽറ്ററാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ആഡ് ബ്ലൂ പോലുള്ള ഫ്ലൂയിഡ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒഴിക്കേണ്ട, എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂറിയ ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് നമ്മളിതൊരു VXi വേരിയൻറ്റ് വാഹനം എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും IMAX എന്നുള്ളൊരു ലോകം. അതായത് നമുക്കിതിനകത്ത് IMAX ടെക്നോളജി അവൈലബിൾ ആണ്. നമുക്ക് ഏകദേശം ഒരു 55ഓളം ഫീച്ചേഴ്സാണ് ഈ ഒരു IMAX ടെക്നോളജിക്കകത്തുള്ളത്. നമുക്ക് വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ടാങ്കിൽ നിന്ന് 5 ലിറ്റർ കൂടുതൽ ഡീസൽ പോവുകയാണ് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് ജിയോ ഫെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു വാഹനത്തിന് അകത്ത വിശേഷങ്ങൾ പറയാം. അകത്ത് എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് നോക്കിയിട്ട് അകത്ത് കയറിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത കാര്യങ്ങൾ പറയാം. നമ്മൾ സ്പീഡപ്പായിട്ട് പറഞ്ഞു പോവുകയാണ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നൊക്കെയാണ്. ഈ ഡോർ പാഡ് നോർമൽ എല്ലാ പിക്കപ്പുകളിലും വരുന്ന പോലെ ഡോർ പാഡ് തന്നെയാണ്, എടുത്ത് പറയേണ്ടതൊക്കെ ഒന്നുമില്ല. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോക്ക് തലതിരിഞ്ഞാണ് വരുന്നത്. ആണ് ഇങ്ങനെ ആക്കുന്നതാണ് ലോക്ക്, ഇങ്ങോട്ടാക്കുന്നതാണ് ലോക്ക്. സാധാരണ വാഹനങ്ങളിൽ തിരിച്ചാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അകത്ത് നോർമൽ നമ്മൾ കാണുന്ന പോലെ തന്നെയുള്ള മാക്സ് സീരീസ് വരുന്ന ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വെൻസ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്കിവിടെ ടെമ്പറേച്ചറിൻ്റെ അഡ്ജസ്റ്ററും കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡിൻ്റെ അഡ്ജസ്റ്ററും കാണാം. പിന്നെ അതുപോലെ AC സ്വിച്ചും ഡീഫോഗറിൻ്റെ സ്വിച്ചും കാണാൻ കഴിയുന്നുണ്ട്. ബാക്കി പറയുന്ന ഹസാർഡിൻ്റെ സ്വിച്ചും 12 വോൾട്ട് അഡാപ്റ്ററും കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെ, ബാക്കി എല്ലാ കാര്യങ്ങളും പഴയ പോലെയാണ് വരുന്നത്. മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നോർമലായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റർ വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് D+2 സീറ്റിംഗ് ഇതാണ് വരുന്നത്. അതായത് നമുക്ക് ഡ്രൈവർ കൂടെ 2 പേരാണ് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഡ്രൈവർക്കും കോ ഡ്രൈവർക്ക് ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ റിക്ലൈൻ ചെയ്യാനും പറ്റും. HD സീരീസ് ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് റിക്ലൈൻ ചെയ്യാനും അതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വരുന്നത്. എന്നാൽ VXi വണ്ടിക്കകത്ത് മാത്രമേ ഉള്ളൂ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് വരുന്ന മാറ്റ്, അത് ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ അഴുക്ക് കാര്യങ്ങളൊന്നും തുടച്ച് മാറ്റാഞ്ഞത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും.
ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് തൂത്ത് വൃത്തിയാക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. വാക്വം ക്ലീനർ ഉണ്ടെങ്കിലാണ് ഈസി ആയിട്ട് ഇത് തൂത്ത് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മളെല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെയുള്ള മീറ്റർ കൺസോൾ തന്നെയാണ്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കിതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കാം, നമുക്ക് ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽ ഏത് ഗിയറിലാണെന്നുണ്ടെങ്കിൽ ആ ഗിയർ പൊസിഷൻ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗിയർ അപ്പ് ചെയ്യണമെങ്കിൽ ലോ ചെയ്യണം, ഡൗൺ ചെയ്യണമെങ്കിലൊക്കെ അതിനകത്തുള്ള ഇൻഡിക്കേഷൻസ് കാണിക്കും. അതുപോലെ ക്ലോക്ക് നൽകിയിട്ടുണ്ട്, ഓഡോമീറ്റർ, ട്രിപ്പ്. അതുപോലെ ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ളതിൻ്റെ സിഗ്നൽ കാണും, ഡോർ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഫുള്ള് റെഡിൻ്റെ ഓറഞ്ചിൻ്റെയും കൂടെ ഒരു ഫുൾ കളികളാണ് ഈ ഒരു മീറ്ററിനകത്ത് ഫുള്ള് നടക്കുന്നത്. ഇതിനകത്ത് പിന്നെ വേറെ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ടില്ല, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിത് മെയിൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, സ്പീഡപ്പായിട്ടാണ് പറയുന്നത്. നമുക്ക് ഇനി എഞ്ചിനും കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്നാൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് ഇനി ഒരു വാഹനത്തിന് എഞ്ചിനും കൂടെ കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന എഞ്ചിൻ തന്നെയാണ്, മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാ പിക്കപ്പുകളും ഇതേ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 2.5 ലിറ്റർ ടർബോ ചാർജഡ് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 80 bhp പവറും 220 ടോർക്കുമാണ് വരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ഈ എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ കാണും. മാക്സിമം ഇതെല്ലാം ക്ലോസ്ഡി പാക്കഡാണ്. ഇത് പണിയുന്ന നേരത്തെ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പണി കിട്ടത്തില്ല, കാരണം കൈയൊന്നും കയറത്തില്ല ഇത് പണിയാൻ വേണ്ടി. അത് മാത്രമേ ഉള്ളൊരു പോരായ്മ. കാരണം അതിൻ്റെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതെല്ലാം ക്ലോസ്ലി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൻ്റെ ബോണറ്റിൻ്റെ ലെങ്തും വളരെ കുറവാണ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ നോക്കുക, നമുക്ക് ഇൻ്റർകൂളർ കാണാൻ കഴിയുന്നുണ്ട്. AC യുടെ ഇൻ്റർകൂളർ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ടെർബോ ഇൻ്റർകൂളർ കാണാം. അതിൻ്റെയും ബാക്കിലായിട്ട് നമുക്ക് റേഡിയേറ്ററും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഔട്ട് സൈഡിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അത്യാവശ്യം കംഫർട്ട് കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതാണ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്തോ വിട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൻ്റെ പേലോഡ് വരുന്നത് 1300 കിലോ ആണ്. ഈ 1.3 1.7 സെയിം കാറ്റഗറി വരുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരേ രീതിയിലേക്ക് വ്യത്യാസം എന്ന് പറയുന്നത് 1.3-ക്കകത്ത് 8 പ്ലേറ്റേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ഇതിന് 5 വർഷം ടാക്സ് കിട്ടും. 1.7 1 വർഷം വരെ ടാക്സ് കിട്ടും. ഇതിന് നമുക്ക് ഈ പറയുന്ന പെർമിറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. 1.7 പെർമിറ്റ് വേണം. ഇതിന് GPS വേണ്ട, ആ വാഹനത്തിന് GPS വേണം. അപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറൂം വില എന്ന് പറഞ്ഞാൽ 10,29,200 ഇപ്പോഴത്തെ എക്സ്ഷോറൂം വില. ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ എക്സ്ഷോറൂം വില മാറും. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോസിനകത്തൊന്നും എക്സ്ഷോറൂം വില പറയാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഇതിന് 25,000 രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് നിലവിലുള്ളത്. 1.7 ആണെങ്കിൽ 50,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് അത്യാവശ്യം ഓടിച്ചിട്ട് അങ്ങനെ കംഫർട്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മളിപ്പോൾ AC ഓണാണ്, ഫാൻ്റെ സ്പീഡ് 1 ഇട്ടിരിക്കുന്നത്. നിങ്ങൾ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഫാൻ്റെ സൗണ്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. നമുക്ക് സെക്കൻഡിലോട്ടൊന്നും ഇടാം. സെക്കൻഡ് ഇടുമ്പോൾ കുറച്ചുകൂടെ സൗണ്ട് വരുന്നുണ്ട്. പിന്നീട് തേർഡിലോട്ട് ഇടുമ്പം കുറച്ച് കൂടുതൽ സൗണ്ട് വരുന്നുണ്ട്. തേർഡിലിടുമ്പോൾ അത്യാവശ്യം നല്ല സൗണ്ട് വരുന്നുണ്ട്. സെക്കൻഡിലൊന്നും അത്ര സൗണ്ട് ഇല്ല. ഫസ്റ്റിൽ ഒട്ടും സൗണ്ട് ഇല്ല. ഫസ്റ്റ് ഇടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് തണുപ്പ് നമുക്ക് കൂടും. അതായത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. കാരണം ചെറിയ ക്യാബിനാണ്. അതുപോലെ ഇവിടെ ഒരു സ്ലൈഡിങ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അതിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിൻഡോ സൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കാനും മറ്റേ വണ്ടി ഓടിക്കുന്നതിന് കൂട്ടൊക്കെ തന്നെയുള്ളൂ. വലിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. AC ഇട്ടിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോഡും പുറത്ത് ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ലോഡ് ഇരിക്കുമ്പോൾ നമ്മൾ AC ഇട്ടിട്ട് വണ്ടി ഓടിക്കുമ്പോൾ വലിയ കുറവെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി 80 bhp പവർ 220 ടോർക്കാണ് ഒരു വാഹനത്തിന് വരുന്നത്. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളെല്ലാം സുഖമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് പല കാര്യങ്ങളും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് മാറ്റങ്ങളുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു 1.3 HD LXൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റും കൂടെ ഒന്ന് സജസ്റ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി ആ വീഡിയോ കണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പിന്നീട് നമുക്ക് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് വരുന്ന ഗുണമെന്ന് പറയുന്നത് നമുക്ക് 5 വർഷത്തേക്ക് ടാക്സി കിട്ടും. അതുപോലെ തന്നെ GPS വേണ്ട, പെർമിറ്റ് വേണ്ട. ഈ വാഹനം ചോദിച്ചു വരുന്ന പലരും ഉണ്ട്. ഇത് 1.3 ആണ് പേലോഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട. എന്നാൽ വലിയ കാഴ്ചയിൽ 1.7 പോലെ തന്നെ ഇരിക്കും. നമുക്ക് അത്യാവശ്യം ലോഡും കയറ്റാൻ കഴിയും. 1.7 ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഇതിനകത്ത് 8 പ്ലേറ്റ് ഉണ്ടെങ്കിൽ 1.7 9 പ്ലേറ്റ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കുറേ ആൾക്കാരുണ്ട്, അവരാണ് ഈ കള്ളൊക്കെ ഓടുന്നവർ. അവർ ഈ ഒരു വാഹനമാണ് മെയിനായിട്ട് ചൂസ് ചെയ്തത്. കാരണം വെച്ചാൽ അവർക്ക് ബോഡിക്ക് ലെങ്ത് ഉണ്ട്, അവർക്ക് അവരുടെ ആവശ്യത്തിനുള്ള യൂസ് ഇതിനകത്ത് നടക്കും. അവർക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കും. 5 വർഷം ടാക്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വണ്ടിയാണ് അവർ ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം. എങ്ങനെയുണ്ട് വണ്ടി ഉപയോഗിച്ചിട്ട്, എങ്ങനെയുണ്ട് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാനുള്ള CBC മഹേന്ദ്രയാണ്. നമ്മൾ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസോ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്, ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ പുള്ളി പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളൊരു ഓടിച്ചാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്.
ഇതിൻ്റെ മൊത്തം നീളമോ കാര്യങ്ങളോ ഒന്നും നമ്മളങ്ങനെ പറയില്ല. കാരണം മറ്റേ വീഡിയോക്ക് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് പറയാത്തത്. പിന്നെ ഇത് ഓടിച്ച് നോക്കാൻ സുഖകരമാണ്, നല്ല സുഖമാണ്. നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ ഒരാൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹൈറ്റ് പൊക്കി കറക്റ്റായിട്ട് വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടി വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.